നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നുണ്ടായ വിദ്യാർത്ഥി പ്രതിഷേധവും രാജ്യവ്യാപകമായ ജനരോഷവും രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചതോടെ പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി ബി.ജെ.പി. യുവാക്കൾക്കിടയിൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കുകയാണ് നിലവിൽ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. പരീക്ഷാ സംവിധാനത്തിലെ വിശ്വാസ്യത പുനഃസ്ഥാപിക്കാനും ഭാവിയിൽ ഇത്തരം ക്രമക്കേടുകൾ ആവർത്തിക്കാതിരിക്കാനും കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനാണ് ബി.ജെ.പി. നേതൃത്വം ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പരീക്ഷാ തട്ടിപ്പുകൾക്കെതിരെ രാജ്യവ്യാപകമായി കർശന നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയും സംഘടിത പരീക്ഷാ തട്ടിപ്പുകളും ദേശീയ സുരക്ഷയെ പോലും ബാധിക്കുന്ന ഗുരുതര കുറ്റകൃത്യങ്ങളായി കണക്കാക്കി കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ നിയമം കൊണ്ടുവരുമെന്നും ഇത്തരം കേസുകൾ വർഷങ്ങളോളം നീണ്ടുപോകാതിരിക്കാൻ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കുറ്റവാളികൾക്ക് യാതൊരു രാഷ്ട്രീയ പരിരക്ഷയും ലഭിക്കില്ലെന്നും പരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ പ്രഥമ ഉത്തരവാദിത്വമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രിയും ഉത്തർപ്രദേശ് ബി.ജെ.പി. അധ്യക്ഷനുമായ പങ്കജ് ചൌധരി ലക്നൌവിൽ നീറ്റ് വിജയിച്ച വിദ്യാർത്ഥികളുമായും അവരുടെ മാതാപിതാക്കളുമായും നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ കേട്ട അദ്ദേഹം അവരുടെ ഭാവിയും ക്ഷേമവും സംരക്ഷിക്കുകയാണ് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ മുൻഗണനയെന്ന് ഉറപ്പു നൽകി. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്തിന് ഗുരുതരമായ വെല്ലുവിളിയാണെന്ന് തുറന്നു സമ്മതിച്ച പങ്കജ് ചൌധരി അതിനെ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ കാണാൻ പാടില്ലെന്നും വിദ്യാർത്ഥികൾ ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ ഭാഗമല്ലെന്നും അഭിപ്രായപ്പെട്ടു. മുൻകാല സർക്കാരുകളുടെ ഭരണകാലത്തും നിരവധി പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും ഉണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം നിലവിലെ സർക്കാർ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ സുതാര്യവും സാങ്കേതികമായി സുരക്ഷിതവുമാക്കാൻ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും അവകാശപ്പെട്ടു. ഇതിന്റെ ഫലമായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ രാജ്യത്ത് നടന്ന 3 പ്രധാന പ്രവേശന പരീക്ഷകൾ യാതൊരു വിവാദവുമില്ലാതെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ കേന്ദ്രങ്ങളിലെ നിരീക്ഷണ സംവിധാനം, ഡിജിറ്റൽ സുരക്ഷ, ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തിയതായും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം ജൂലൈ 20-ന് ഡൽഹിയിൽ പാർലമെന്റിലേക്ക് നടത്തിയ വിദ്യാർത്ഥി മാർച്ചിനിടെ പോലീസിന്റെ ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ നടപടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. നിരവധി വിദ്യാഭ്യാസ പ്രവർത്തകരും വിദ്യാർത്ഥി സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും സംഭവത്തെ അപലപിക്കുകയും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. ഈ സംഭവമാണ് നീറ്റ് പരീക്ഷാ വിവാദത്തെ കൂടുതൽ രാഷ്ട്രീയ ചർച്ചയിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ 2027-ലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാരുടെ മനോഭാവം ബി.ജെ.പിക്ക് നിർണായകമാകുമെന്നാണ് പാർട്ടി നേതൃത്വം കണക്കുകൂട്ടുന്നത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പാർട്ടിക്ക് നേരിട്ട തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങളിലൊന്നായി യുവാക്കൾക്കിടയിൽ രൂപപ്പെട്ട അസംതൃപ്തിയെയാണ് ബി.ജെ.പി. ആന്തരികമായി വിലയിരുത്തുന്നത്. തൊഴിലില്ലായ്മ, പരീക്ഷാ ക്രമക്കേടുകൾ, നിയമന പരീക്ഷകളിലെ അനിശ്ചിതത്വം തുടങ്ങിയ വിഷയങ്ങൾ യുവാക്കളിൽ വലിയ നിരാശ സൃഷ്ടിച്ചതായാണ് പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ വൈകിയതും ജനരോക്ഷം വർദ്ധിക്കാൻ കാരണമായെന്ന് ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കൾ വിലയിരുത്തുന്നു. വിഷയത്തിൽ അതിവേഗം രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടിയിരുന്നുവെന്നാണ് അവരുടെ അഭിപ്രായം. അതേസമയം പരീക്ഷാ ചോർച്ചയെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിഷേധങ്ങളെ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്നും ചില പ്രക്ഷോഭങ്ങൾ തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരായ സംഘടനകൾ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നുമാണ് ബി.ജെ.പി. നേതാക്കളുടെ ആരോപണം. പുതിയ പരീക്ഷാ സുരക്ഷാ നിയമം, പ്രത്യേക അന്വേഷണ സംവിധാനങ്ങൾ, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനങ്ങളുടെ വ്യാപനം എന്നിവ നടപ്പാകുന്നതിലൂടെ യുവാക്കൾക്കിടയിലെ വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ബി.ജെ.പി. നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പരീക്ഷാ സംവിധാനത്തിൽ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കാനായാൽ നീറ്റ് വിവാദത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ തിരിച്ചടി കുറയ്ക്കാനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവജന പിന്തുണ വീണ്ടും സ്വന്തമാക്കാനും സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി നേതൃത്വം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.